സന്തോഷകരമായ ജീവിതം മുന്നോട്ടു പോകുമ്പോൾ ഒരു ഒറ്റപ്പെടൽ, തന്നെ താങ്ങിയവൻ്റെ, തൻ്റെ കൈപിടിച്ചവൻ്റെ വിയോഗം. ഒറ്റപ്പെടലിൻ്റെ ആ ഏകാന്തതയിലും ധൈര്യമായി മുന്നോട്ടു പോകുവാൻ മനഃശക്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മനസ്സൊരുക്കിയ വിധവകളായ സ്ത്രീകളുടെ ജീവിതം നിങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുന്ന റൂത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഓർമ്മകൾ മായാതെ വിതുമ്പുന്ന മിഴികളും ഒരു സ്നേഹവായ്പായി നൽകിയ നിമിഷവും ഓർക്കുന്നു ഞാനിന്നും, ഓർക്കുന്നു ഞാനിന്നും, ഓർക്കുന്നു ഞാൻ തനിയേ ഈ വഴി. കർത്താവിൻ്റെ സംരക്ഷണം തനിക്കൊപ്പമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ജിൻസിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ജിൻസിയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ജിൻസി, നമസ്കാരം. ജിൻസി, എപ്പോഴും നമുക്ക് ചെറുപ്പത്തിലെ കാര്യങ്ങൾ ഓർക്കാനും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും നല്ലൊരു ഇഷ്ടമുണ്ടായിരിക്കും. അത് അങ്ങനെയാണ് ജിൻസിക്ക് എന്നും തോന്നുന്നു, അല്ലേ? ജിൻസിയുടെ ചെറുപ്പത്തിലെ വിശേഷങ്ങളും, അതായത് എവിടെയാണ് പഠിച്ചത്, എവിടെയാണ് ജനിച്ചത്, ചെറുപ്പത്തിലെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ വീട് തുറവൂരാണ്. എനിക്ക് അപ്പച്ചൻ, അമ്മച്ചി, എനിക്ക് ചേച്ചിയുണ്ട്. അപ്പം നിങ്ങൾ രണ്ട് മക്കളാണ് ഞങ്ങൾ, രണ്ട് പെൺമക്കള്. ഞാൻ പഠിച്ച് വളർന്നതൊക്കെ തുറവൂര് തന്നെയാണ്. അപ്പച്ചനും അമ്മച്ചിയൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? അപ്പച്ചനും അമ്മച്ചി സാധാ പണികൾക്കൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. കുറച്ചു കാലം ശേഷം അമ്മച്ചി സ്കൂളിൽ കയറിയത്. അപ്പച്ചന് ടാപ്പിംഗ് ആണ്, റബ്ബർ ഏരിയ ആണ്. തുറവൂർ സ്കൂളിൽ 2 സെക്ഷനായിട്ടാണ്, UP സ്കൂളും ഹൈസ്കൂളായിട്ട് സെപ്പറേറ്റ് ആയിരുന്നു. അങ്ങനെ പഠിച്ചു വളർന്നു. പിന്നെ അമ്മ വീടാണ് ഞങ്ങളുടെ അവധിക്കാലം എന്ന് പറയുന്നത്. അമ്മ വീട് തന്നെയാണ്. എല്ലാ കുട്ടികളും അവിടെ ഒത്തിരി കുട്ടികളുണ്ട്. ചച്ചന്മാരും മേന്മാരും പിള്ളേരും എല്ലാവരും അവിടെ തന്നെയാണ്. അപ്പൊ അങ്ങനെ അവിടെയാണ് ഫുൾ 2 മാസം ഞങ്ങൾ അവിടെ നിൽക്കുന്നത്. വെക്കേഷൻ സമയത്ത് അങ്ങോട്ട് പോണെന്ന് അവിടെയാണ് ഞങ്ങള്. പിന്നെ ഞങ്ങൾ വന്നത് ഒരു ദിവസം മുമ്പൊക്കെയാണ് ഞങ്ങൾ വരുന്നത്. ആശാത്തി തുറക്കുന്നതിന് ഒരു ദിവസം. ചെറുപ്പകാലത്ത് നഴ്സറിയിലല്ല പോയത്, ഞങ്ങൾ ആശാത്തിയിലാണ് പഠിച്ചത്. അവിടെയാണ് പഠിച്ചത്, അമ്മയുടെ വീട്ടിലാണ് പഠിച്ചത്. പിന്നെ 10 കഴിഞ്ഞ് തുറവൂർ സ്കൂൾ, 10 കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡീപ്പോൾ സ്കൂൾ അങ്കമാലിയിലാണ് പഠിച്ചത്. കോളേജിലാണ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫാർമസി 1.5 വർഷത്തെ കോഴ്സ് പഠിച്ചു. +2 സയൻസ് ഗ്രൂപ്പ്? അല്ലല്ല, ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്ത. എനിക്ക് പോലീസ് ആവാനുള്ള ആഗ്രഹമായിരുന്നു. പിന്നെ +2 കഴിഞ്ഞ് ഞാൻ അങ്ങനെ പോലീസ് ഓഫീസറിനെ പോയി കണ്ട്. റിട്ടയർഡ് ആയിരുന്നു ആ സാറ്. അപ്പം ഞാൻ അവിടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ പരിചയമായിരുന്നു. അങ്ങനെ പോയി സംസാരിച്ചവർ പൊക്കം കൊണ്ടും തനിക്ക് പറ്റില്ല, അപ്പോൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള രീതിയിലായിരുന്നു നമുക്ക് റെസ്പോണ്ട് ചെയ്തത്. പോലീസ് ആവാനുള്ള ധൈര്യമൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോരായിരുന്നു ആഗ്രഹം. പക്ഷെ അത് നമുക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ അങ്ങനെ ഫാർമസി ഇങ്ങനെ പഠിക്കാമെന്ന് വെച്ചു. അങ്ങനെ അത് പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കയറി. ഏത് ഹോസ്പിറ്റലിൽ? ഞാൻ സെന്റ് ഫിലോമിനസ് ഹോസ്പിറ്റലിൽ കയറിയത്. അങ്ങനെ അവിടെ കയറി 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കല്യാണം. എത്ര വയസ്സിലപ്പോ ജോലിക്ക് കയറി? ജോലിക്ക് ഒരു 20 വയസ്സിൽ. 20 വയസ്സില്? 20-21 വയസ്സിൽ തന്നെ. എത്ര നാളായിരുന്നു ഈ ഫാർമസി കോഴ്സ്? 1.5 വർഷം. 1.5 വർഷം പഠിച്ചു. എന്നിട്ട് അപ്പൊ തന്നെ ജോലി കിട്ടി? ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ ഒരു സഹായമായി. അതിക്കുള്ളിൽ തന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞായിരുന്നു. ചേച്ചിയുടെ കല്യാണം ഒരു 6 മാസത്തിനുള്ളിൽ എന്റെ കല്യാണം കൂടി. അപ്പൊ ജിൻസിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നോ ആ സമയത്ത് കല്യാണം കഴിക്കണം? എനിക്ക് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പാരന്റ്സ് ആണല്ലോ, അവരുടെ നിർബന്ധത്താൽ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു അവര്. അപ്പൊ നമ്മളത് വഴങ്ങേണ്ട വന്നു. അങ്ങനെ എന്നിട്ട് എങ്ങനെയായിരുന്നു ആദ്യത്തെ വിവാഹാലോചന? തന്നെ ഉറച്ചു? ആദ്യത്തെ ഫസ്റ്റ് ഒരു ആൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഉറച്ചു. പിന്നെ അങ്ങനെ മുന്നോട്ട് പോയി. ആരായിരുന്നു വിവാഹം കഴിക്കാൻ വന്ന വരന്റെ പേര്? അവിടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അതൊക്കെ പറയൂ.
ഷൈജു മഞ്ഞപ്പുറയാണ് വീട്, സെബിപുരത്താണ്. ഷൈജു ആണ് വീട്. അവിടെ അമ്മ, അപ്പൻ, ചേട്ടൻ, പെങ്ങള്, ഇത്രയും പേരാണ്. പെങ്ങളെ കല്യാണം ഓൾറെഡി കളഞ്ഞായിരുന്നു. ചേട്ടൻ മാറി താമസിച്ചായിരുന്നു. പിന്നെ അപ്പനും അമ്മയും ഞങ്ങളാണ് അവിടെ ഉള്ളത്. ചേട്ടൻ എന്തിട്ടായിരുന്നു ജോലി? ഇലക്ട്രീഷ്യൻ ആയിരുന്നു. പുറത്തായിരുന്നു ആള്. ഞാൻ ചെല്ലുമ്പോ ആളില്ല അവിടെ, പുറത്തായിരുന്നു. പിന്നെ നാട്ടിലേക്ക് വന്നു. ചേട്ടന്റെ പേരൊന്നും? പേര് ജോസ് എന്നാണ്. ജോസ്. ചേച്ചി പെങ്ങളുടെ പേര് ഷൈനി എന്നാണ് പേര്. അവർ കറുകുറ്റിയിലേക്കാണ് കെട്ടിച്ചാണ്. ഇടയ്ക്ക് അങ്ങനെ വരും. അങ്ങനെ കണ്ട സംശയം. ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ചേട്ടനെ പരിചയപ്പെടാൻ തന്നെ. ഞാൻ ചെല്ലുമ്പോൾ ചേട്ടൻ അവിടെ ഇല്ല. അതിന് ശേഷം പരിചയം ചേച്ചിയും 2 പിള്ളേരും ഉണ്ട് അവിടെ. അന്ന് ഞങ്ങൾ തറവാട്ടിലാണ് താമസിക്കുന്നത്. അവരിവിടെ വരും, ചേട്ടന്റെ വീട്ടിൽ പോവും. അങ്ങനെയായിരുന്നു, അടുത്ത് തന്നെയായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങള് നല്ല സന്തോഷപരമായുള്ള ജീവിതമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ചെറുപ്പത്തില് പള്ളിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടുത്ത് തന്നെയാണ്? അടുത്ത് തന്നെയായിരുന്നു. അന്ന് സംഘടനകളിലൊക്കെ സജീവമായിരുന്നു. എന്നും പള്ളിയിൽ പോവുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അതൊക്കെ അന്നും എന്നും ഇപ്പോഴും പള്ളിയിൽ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊന്ന് വെച്ചാൽ എനിക്ക് 7:30 സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ എനിക്ക് 7:30. ഞാൻ ഇപ്പൊ സ്കൂളിൽ പിയൂൺ പോസ്റ്റിൽ കയറിയത് 7:30 മണിയാണ് ടൈം. എനിക്ക് വീട്ടിൽ നിന്ന് പോകണം. അവിടെ 8 മണിയാണ് എൻ്റെ ടൈമിങ്. അപ്പൊ എനിക്ക് വീട്ടിൽ നിന്ന് പോകണം 7:30. അപ്പൊ എനിക്ക് പള്ളിയിൽ പോയി പിള്ളേരുടെ കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോ എനിക്ക് പറ്റില്ല. അപ്പൊ ഇപ്പൊ ഈ 1 വർഷത്തെ കാലം കൊണ്ട് എന്റെ പള്ളിയിൽ രാവിലെ എന്തായാലും പോവില്ല. പറ്റുന്ന സമയങ്ങളിൽ ഞാൻ പോകും. ചേട്ടനൊത്തുള്ള ജീവിതം, നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊന്ന് കുറച്ച് പറയാമോ? ചേട്ടനായിട്ട് ജീവിച്ചിരുന്ന കാലത്തെ സന്തോഷങ്ങളും നിങ്ങളുടെ ആ ഒരു എല്ലാത്തിലും ചേട്ടൻ സഹായിക്കുമായിരുന്നു, പരസ്പരം പങ്കുവെച്ചും അല്ലെങ്കിൽ അടുക്കളപ്പണിയിലൊക്കെ സഹായിച്ചൊക്കെ ജീവിക്കുമായിരുന്നു. അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പറയാം. ഞങ്ങളുടെ ജീവിതം എന്ന് വെച്ചാൽ നല്ല സന്തോഷകരമായ ജീവിതമായിരുന്നു. എന്തിനും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് എന്ത് പറയാനും അതായത് എന്ത് കാര്യമല്ലോ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം, എനിക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജോലിയിലായാലും എന്നെ സഹായിക്കും. ഇപ്പൊ എനിക്ക് വയ്യെന്ന് പറഞ്ഞാലും പുള്ളി അത് ചെയ്തോളൂ. അങ്ങനെയായിരുന്നു. കല്യാണത്തിന് ശേഷം ജോലിക്ക് പോയായിരുന്നു? അത് എന്തായിരുന്നു? ഫാർമസി തന്നെ പോയിക്കൊണ്ടിരുന്നു. കുറച്ചു നാൾ പോയായിരുന്നു, പിന്നെ അത് നിർത്തി, പിന്നെയും പോയി, പിന്നെയും നിർത്തി. അങ്ങനെ ഒരു കാലഘട്ടം. അപ്പൊ എപ്പോഴാണ് മക്കളൊക്കെ ഉണ്ടായത്? മക്കള് അവള് കല്യാണം കഴിഞ്ഞൊരു 2 മാസത്തിനുള്ള അവളുടെ തന്നെ 1 വർഷത്തിലുള്ള അവരെ തന്നെയായി. എത്ര മക്കളായിരുന്നു? 3 മക്കളുണ്ട് എനിക്ക്. 3 മക്കള്, 1 പെണ്ണും 2 ആണാണ് എനിക്കുള്ളത്. പേര് അതുല്യ, അഗസ്റ്റിൻ, ഓസ്റ്റി. അവരിപ്പോ ഒരാൾ 10ലേക്ക്, ഒരാൾ 8ലേക്ക്, ഒരാൾ 5ലേക്ക്. എത്ര വർഷമായി ഇപ്പൊ മരിച്ചിട്ട്? എത്ര വർഷം? 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. എങ്ങനെയാണ് മരിച്ചത്? മരത്തുമേന്ന് വീണാണ് മരിച്ചത്. അതായത് പുള്ളിക്ക് പണി എന്ന് പറയുന്നത് ആദ്യം കോൺട്രാക്ട് വർക്കായിരുന്നു. പിന്നെ അത് ഞാൻ വന്നതിന് ശേഷം പുള്ളി നിർത്തി റെയിൽവേയുടെ ഗുഡ്സിലാണ് കയറിയത്. അത് കഴിഞ്ഞ് പുള്ളി സൈഡായിട്ട് അപ്പന് വെച്ചാൽ മരത്തിന്റെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ അപ്പനെ സഹായിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി. പിന്നെ പുള്ളി കുറച്ചും കൂടി ഒക്കെ ആയി കഴിഞ്ഞപ്പോ സ്വന്തമായി തുടങ്ങുന്നുള്ള രീതിയിലായി. അപ്പോ വീട് പണി തുടങ്ങി പണി സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു ഇതാണ്. അപ്പൊ അപ്പന് വയ്യായികയൊക്കെ വന്നപ്പോ സ്വന്തമായിട്ട് അപ്പം കൊണ്ട് നടക്കില്ല. അപ്പൊ അപ്പനും മോനും കൂടി ഒക്കെ ആയി അങ്ങനെ കൊണ്ട് നടക്കലായിരുന്നു. പിന്നെ അപ്പനും കൂടെ പോവും, എന്നാലും പുള്ളി പിന്നെ വീട് താമസമൊക്കെ കഴിഞ്ഞ പിന്നെ പുള്ളിക്ക് സ്വന്തമായിട്ട് തുടങ്ങാം എന്നൊരു ഇതിലായി. അപ്പൊ പിന്നെ അപ്പൻ പോയി നോക്കും, പുള്ളി മരം മേടിച്ചിട്ട് അപ്പം കൂടെ പോയി നോക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. എപ്പോഴും അപ്പനും മോനും കൂടിയാണ് ഒരുമിച്ച് കാര്യങ്ങൾക്ക് പോണതും വരണതും എല്ലാം അവര് തന്നെയാണ്. അപ്പൊ അന്നത്തെ ദിവസം എന്താ സംഭവിച്ചത്? അന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് രാവിലെ പള്ളിയിൽ ഇതുപോലെ തന്നെ പള്ളിയിൽ രാവിലെ കഴിഞ്ഞ് പുള്ളി പണിക്ക് പോയി. പക്ഷെ എൻ്റെ ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് കോവിഡ് സമയമാണ്. കോവിഡ് സമയത്ത് എനിക്ക് ജോലി, അത് ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ട വന്നു. ഞാൻ അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി. ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോ അവിടെ വെച്ച് എൻ്റെ മനസ്സിൽ 4 മണിയായിപ്പോട്ടോ. 4 മണിയായി കഴിഞ്ഞപ്പോ എൻ്റെ മനസ്സിൽ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് പോകാണ്ട് പറ്റില്ല എന്ന് പറയണം. അപ്പൊ എന്ത് ഞാൻ ചോദിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പോകണമെന്ന് തന്നെ ഞാൻ പറയണം. പക്ഷെ ഫോൺ വിളിച്ചിട്ട് ഇപ്പൊ ഫോൺ എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഭയങ്കര ഇതായി. പക്ഷെ ആ 4 മണി നേരം എന്ന് പറയുന്നത് 4 മണിക്ക് പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്.
അപ്പൊ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഫോൺ വിളിക്കുമായിരുന്നു? ഫോൺ വിളിക്കായിരുന്നു. അതായത് രാവിലെ പോയി തിരിച്ച് ഞാൻ നേരത്തെ വീട്ടിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വരാനായിട്ട് വിളിക്കാൻ പറയാൻ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ആ ഒരു ഇതില് നമ്മൾ വിളിക്കണതാണ്. പക്ഷെ ഫോൺ എടുക്കാണ്ടായപ്പോ നമുക്ക് പന്തികേടായി. അങ്ങനെ സ്റ്റോപ്പിൽ അപ്പൊ അങ്ങനെ തോന്നാൻ എന്താ കാരണം? എന്തോ പന്തികേട് എന്നുള്ളത് അത് അങ്ങനെയാണ്. ഇപ്പൊ മക്കൾക്കായാലും അങ്ങനെ തന്നെ. എനിക്ക് മക്കൾക്ക് ഒരു പാടേട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് പെട്ടെന്ന് ടെൻഷനോ പെട്ടെന്ന് ഒരു അപ്പൊ എനിക്കറിയാം അവിടെ വരുമ്പോ എനിക്കറിയാം എന്തോ പറ്റിയിട്ടുണ്ട് അവർക്ക്. അതാണ് അങ്ങനെ പപ്പയുടെ കാര്യത്തിലും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതില് മുന്നേ മരത്തുമെന്ന് വീണല്ലേ മരിക്കുന്നത്? അപ്പൊ മരത്തിൽ ഇതിന് മുന്നേ കേറിയിട്ടുണ്ടോ? അതോ അപ്പനും മോനായിട്ട് പോകുമ്പോ അങ്ങനെ കേറിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ വീഴ്ച പറ്റി ഇങ്ങനെ പറ്റുന്നത്. അല്ലാണ്ട് രണ്ടു പ്രാവശ്യം വീണിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം വീണപ്പോ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് പണി നിർത്താന്ന രീതിയിൽ സംസാരിച്ചത്. പക്ഷെ അപ്പൊ ഒരു വാക്കൊരു പുള്ളി പറഞ്ഞായിരുന്നു, എന്നാ ഞാൻ പണിക്ക് പോകുന്നില്ല നീ പോയിക്കോളാൻ. പക്ഷെ ജോലിക്ക് പോകണ്ടായിരുന്നില്ല? ഞാൻ പോയിണ്ടായിരുന്നില്ല. അപ്പൊ കോവിഡ് സമയമായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു നീ പൊക്കെ ഞാൻ പോകണില്ല, ഞാൻ വിശ്രമിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തമാശ നമുക്ക് എന്ത് പറയാന്നുള്ള സ്വാതന്ത്ര്യം പറഞ്ഞു. പക്ഷെ അന്നത്തെ ആ പറച്ചിൽ ഇന്ന് എനിക്ക് യാഥാർത്ഥ്യമായി. അങ്ങനെയാണ്. അപ്പോ എങ്ങനെയാണ് ഇത് അറിഞ്ഞപ്പോ എന്താണ് ആ നിമിഷം തോന്നിയത്? ആരാണ് പറഞ്ഞതൊക്കെ ആ സമയത്ത്? അതായത് ഞാൻ നടന്ന് ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നപ്പോ തന്നെ എന്റെ ശരീരം ശരിക്കും തളർന്നു എന്ന് പറയാം. ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോഴും. പക്ഷെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ ആള് എന്റെ മുന്നിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓ, അത് കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല, പക്ഷെ അവരെന്നെ കണ്ടു. അതായത് കൂട്ടുകാരുണ്ടായിരുന്നില്ല, അവരെന്നെ കണ്ടിട്ടുണ്ട് ഞാൻ സ്റ്റോപ്പിൽ നിൽക്കുന്നത്. ഈ സ്റ്റോപ്പ് ഇറങ്ങി ഞാൻ ബസ്സിൽ കയറി സ്റ്റോപ്പ് ഇറങ്ങി വീട്ടിന്റെ പടിക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചേട്ടന്റെ വീടിന്റെ പടിക്ക് എത്തിയപ്പോ ചേച്ചിക്ക് സങ്കടായി. സങ്കടം എന്തെന്ന് ഒന്നും വിളിച്ചില്ല, ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട്. അപ്പൊ അത് കഴിഞ്ഞ് പഠിക്ക ചേച്ചി സങ്കടപ്പെടണ്ട ചേച്ചി. അപ്പൊ എന്ത് ഒന്നും ഇല്ലാടി വീട് എന്നൊക്കെ പോവാന്ന് പറഞ്ഞു. അപ്പൊ ടെൻഷൻ മൊത്തം അത് പപ്പ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല എന്നുള്ള ടെൻഷൻ ഉണ്ട്. പിന്നെ പിള്ളേര് എന്ന് വെച്ചാൽ ഭയങ്കര വികൃതിയാണ് അവര്. എന്തെങ്കിലും പറ്റിയോ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ചിന്തകള്. പിന്നെ പടി എത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, ഞാൻ അവിടെ വീണു എന്നാണ് സത്യം. അപ്പോഴേക്ക് അറിഞ്ഞു. അപ്പോഴേക്ക് ആൾക്കാരൊക്കെ അല്ല, അപ്പൊ ഉള്ളിൽ ഇപ്പൊ മക്കളുണ്ട്, ഭർത്താവുണ്ട്, അതിൽ ആർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അപ്പോഴും അറിയണില്ല. പക്ഷെ അത് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. അതൊന്നും പെട്ടെന്നുള്ളൊരു ഇത് ആ സമയത്ത് വന്നിട്ട് പിന്നെ ഓർമ്മ വന്നതൊക്കെ എപ്പോഴാ? പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരുപാട് സങ്കടമായി. ഇങ്ങനെ എങ്ങനെയൊക്കെയോ ഇങ്ങനെയായി ഞാൻ. അല്ല, അപ്പൊ മക്കളെയൊക്കെ ആ സമയത്ത് ഒപ്പം ഉണ്ടായിരുന്നു? അതല്ലെങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടില്. പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. ചേച്ചി നേഴ്സാണ്. ചേച്ചി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. പപ്പ കൊണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ ചേച്ചി അപ്പോഴേക്കും തിരിച്ച് വീടിന്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവളും പറയണേ ഞാൻ വീട്ടിൽ വന്ന് കയറിയെങ്കിലും പപ്പയ്ക്ക് ഇന്നതാണ് പറ്റിയേക്കണത് പൂർണ്ണമല്ല അവര് പറയുന്നത്. പക്ഷെ ഞാൻ അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് കാണണമെന്ന് ഞാൻ പറയുന്നുണ്ട് അവിടെ. പക്ഷെ അവര് ഇപ്പൊ പോയി പറ്റില്ല, ശരിയാവില്ല, ഇപ്പൊ തന്നെ വരുമെന്നൊക്കെയാണ് അവരെന്നോട്. വീട്ടിൽ വന്ന സമയത്ത് അപ്പൊ അവിടെ ഉണ്ടായിരുന്നില്ല? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കായിരുന്നു? അവര് നേരിട്ട് അങ്ങോട്ട് കൊണ്ടുപോയായിരുന്നു. അപ്പോ ഓർമ്മയുണ്ടോ ഹോസ്പിറ്റലിൽ എത്തനേക്കാളും മുന്നേ മരിച്ചോ അതോ അങ്ങനത്തെ? മരിച്ചു എന്നാണ് കേട്ടത്. പോണ വഴി തന്നെ മരിച്ചു എന്നാണ് പറഞ്ഞത്. ആ ഒരു യാഥാർത്ഥ്യം എപ്പോഴാണ് പിന്നെ മനസ്സിലാക്കിയത്? കുറച്ച് സമയം എടുക്കേണ്ട വന്നു എനിക്ക്. എന്നാലും എനിക്ക് കൂട്ടിന് എന്റെ ചേച്ചി, അപ്പച്ചൻ, അമ്മച്ചി, ചേച്ചി എല്ലാവരും എനിക്ക് കൂട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും എന്ന് വെച്ചാൽ എന്റെ മക്കളാണ്. ഏറ്റവും കൂടുതൽ സങ്കടം വെച്ചാൽ മോൾക്കാണ്. അവളാണ്. മോൾക്ക് അന്ന് എത്ര പ്രായമുണ്ട്? അവള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 7ാം ക്ലാസ്സില്. അവളാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് പപ്പ മാത്രം മതി. അവൾക്ക് എന്ത് കാര്യം A to Z കാര്യങ്ങളെല്ലാം പറയുന്നത് പപ്പോടെ. അവള് മമ്മീനേക്കാളും സ്നേഹം പപ്പോടാണ് അവള്. ഇപ്പോഴാണ് ഒരു കുറച്ച് നാളായിട്ടുള്ള അവള് എന്നോട് എല്ലാ കാര്യങ്ങളും പറയണത് തന്നെ. ബാക്കിയെല്ലാം പപ്പയാണ് അവൾക്ക്. ഇത് എന്ത് കാര്യം ചോദിച്ചാലും ഏറ്റവും അതേ അവള് പപ്പയുടെ കാര്യം പറയുള്ളൂ. പപ്പയാണ് ഏറ്റവും വലിയത് അവൾക്ക്. അങ്ങനെയാണ് പഠിപ്പിച്ചത്. 3 പേർക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലായിടത്തും കൊണ്ടുപോകണതായാലും അങ്ങനെ മാറി മാറി അവരെ കൊണ്ടുപോകും. പിന്നെ പുറത്ത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ പള്ളിയിൽ യൂതാവരും
അങ്ങനെ പള്ളികൾ മാത്രമേ ഞങ്ങൾ പോയിട്ടുള്ളൂ. പോവാണെങ്കിൽ കൊണ്ടുപോകും ഞങ്ങളെ. അങ്ങനെയാണ്. ഇപ്പൊ ധ്യാനത്തിനായാലും പോകുമ്പോ ഞങ്ങള് കൊണ്ടുപോകും ഞങ്ങളെ. ഒരാളെ മാത്രമാണ് കൊണ്ടുപോകണമെങ്കിൽ മാറി മാറി കൊണ്ടുപോകും ഞങ്ങളെ. അത് ശരി. അങ്ങനെ പള്ളിയിലപ്പോ ഭയങ്കര സജീവമാണ്. ഇപ്പൊ ധ്യാനായാലും പപ്പ മലയാറ്റൂരൊക്കെ എന്ന് വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും പപ്പ കയറുന്നു. മലയാറ്റൂര് സീസൺ ആയി കഴിഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയും പോകും. പിന്നെ മല കയറുന്നൊന്നും ഒരു ഇതല്ല അവർക്ക്, പോണം എല്ലാ വർഷം അങ്ങനെയൊന്നും ഇല്ല അവർക്ക്. പപ്പ പോണെന്ന് തോന്നി പോവും. അപ്പൊ പിള്ളേരെയും കൊണ്ടുപോകും, മാറി മാറി കൊണ്ടുപോകും കേട്ടോ. ഇരുളിന്റെ മറവിലും പകലിന്റെ തെളിവിലും പതറാതെ വഴി തേടി നടന്നു താനേ. ഇനിയൊരു ജന്മം നൽകുമെന്നോർത്ത് കാത്തിരിപ്പൂ ഞാൻ പുലരി തോറും. കാത്തിരിപ്പൂ ഞാൻ പുലരി തോറും തനിയേ ഈ വഴിയിൽ. എത്രയാണെങ്കിലും പപ്പ മരിച്ചു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി അല്ലേ? എങ്ങനെയാണ് അത് മുന്നോട്ട് ഓവർകം ചെയ്തത്? എങ്ങനെയായിരുന്നു? ഞാൻ അതിനുശേഷം പപ്പ പോയതിനു ശേഷം ഞാൻ ബൈബിൾ എന്ന് പറയുന്ന സംഭവം കൈവിട്ടില്ല. ഞാൻ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വചനം ഇതായിരുന്നു. പിന്നെ നമുക്ക് അച്ഛനെ ഇവിടെ ആയിരുന്നപ്പോൾ സുരേഷ് അച്ഛനായിരുന്നു. ഒരുപാട് എന്നെ ഇത് ചെയ്തിട്ടുണ്ട്, എനിക്ക് എന്നെ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട് അച്ഛൻ. പിന്നെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ എന്ന് പറയുന്നത് ബൈബിളും അങ്ങനെയുള്ള കാര്യം ബൈബിള് വായിക്കായിരുന്നു ആള്. പിന്നെ നമ്മുടെ പുള്ളിയുടെ സങ്കടങ്ങൾ എന്ന് പറയുന്നത് നമ്മളോട് പറയില്ലേ പുള്ളി പറയുന്ന വെച്ചാൽ മാതാവിനോടാണ്. അന്നും പറയായിരുന്നു പുള്ളി, എന്നോട് നിന്റെ സങ്കടങ്ങൾ പറയേണ്ട കാര്യമില്ല, പറയേണ്ടത് നിന്റെ മാതാവിനോടാണ്, അവിടെ പോയി പറഞ്ഞോളാം. പക്ഷെ തമാശയാണെങ്കിലും അത് കാര്യമാണ്. അപ്പൊ നമുക്കൊരു കൂട്ടായിട്ട് എന്ന രീതിയിൽ മാതാവും സങ്കല്പിച്ച എല്ലാ കാര്യം ഞാൻ അങ്ങനെ പറയായിരുന്നു. അങ്ങനെ നമ്മുടെ സങ്കടങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പതുക്കെ ഒതുക്കെ ഇതായി. ഒരു 40 കഴിഞ്ഞപ്പോ ഞാൻ ജോലിക്ക് തയ്യാറെടുപ്പാണ് ഞാൻ. ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ വരുമാനങ്ങളില്ല നമുക്ക്. ഞാൻ പുറത്തു പോയാലേ എന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് എനിക്കറിയാം. അങ്ങനെ അത് സ്വയം തീരുമാനിച്ചത്. ഞാൻ അങ്ങനെ തന്നെ എന്റെ മനസ്സിനെ ശരിക്കും പാകപ്പെടുത്തി. ഞാൻ ജോലിക്ക് പോയേ പറ്റൂ, എനിക്ക് എന്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണെന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനെ ജോലിക്ക് ഞാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഞാൻ ഫാർമസിയില് നമ്മുടെ അങ്കമാലിലുള്ളൊരു ഫാർമസിയുടെ ഹോൾസെയിൽ കടയാണത്, മെഡിസിനൊക്കെ കൊണ്ടുവന്നു. അവിടെ ഞാൻ കയറി. അങ്ങനെ 1 വർഷത്തോളം അവിടെ ഞങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ആൻറ്റി, സിസ്റ്റേഴ്സ് അങ്ങനെ കുറച്ച് പേരായിട്ട് ഞങ്ങൾ നല്ല ഇതായിരുന്നു. അങ്ങനെ ആൻറ്റി വഴിയായിട്ട് ഞങ്ങൾ സ്കൂളിൽ കയറുന്നത് 1 വർഷത്തിന് ശേഷം. അങ്ങനെ സ്കൂളിൽ കയറി. അപ്പോൾ ഫാർമസിയുടെ കഴിഞ്ഞു. എന്നാലും അവരായിട്ട് നല്ലതായിട്ട് എനിക്ക് ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് മാത്രമേ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ. എനിക്ക് അവിടെ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ സാറ് പറഞ്ഞായിരുന്നു, തനിക്ക് വിഷമങ്ങൾ ഉണ്ടാവാം, സങ്കടം എല്ലാ കാര്യങ്ങളും ഉണ്ടാവാം, താൻ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അങ്ങോട്ട് വിടാം, നമുക്ക് നമ്മൾ ഇവിടെയായിട്ട് അങ്ങോട്ട് കൂടാം എന്ന് ആ ഒരു ഇന്റർവ്യൂല് തന്നെ പറഞ്ഞായിരുന്നു. നമ്മളവിടെ ചെന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വിഷമങ്ങളോ സങ്കടങ്ങളോ മക്കളെ ഒന്നും ഓർക്കാനുള്ള സമയമില്ല നമുക്ക് അവിടെ. ജോലി അതൊരു സമയമില്ല. വൈകുന്നേരം 5 മണിയായി നമുക്ക് വീട്ടിൽ പോവാം. ആ ഒരു ഇതായി നമ്മൾ അവിടെ തന്നെ ചെന്നപ്പോൾ തന്നെ. നമുക്ക് സങ്കടങ്ങളും പിന്നെ ഓർത്തു. പിന്നെ അവിടെയുള്ള ചേച്ചിമാര് കൂട്ടുകാരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക്. പിന്നെ സങ്കടങ്ങൾ നമുക്ക് ഉണ്ടാവും, അതൊക്കെ നമ്മൾ ഇങ്ങനെ മുഖത്ത് കാണിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു നടന്നിട്ട് എന്ത് കാര്യമുണ്ട്, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നെ അങ്ങനെയാണ് ഞാൻ ഡെയ്സേച്ചിനെ ജീവാലയിലെ ഡെയ്സേച്ചിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ യൂത്ത് ഫോറത്തിൽ ഞാനങ്ങനെ അന്നാങ്കാക്കി വിധവകളുടെ കൂട്ടായ്മയിലേക്ക് ഞാനങ്ങനെ പങ്കാളിയായി. അപ്പൊ അങ്ങനെ ഞങ്ങളങ്ങനെ ധ്യാനത്തിനൊക്കെ പോയി. അവിടെ ചെന്നപ്പോഴും കുറച്ചും കൂടി ഉഷാറായി ഞാൻ. പക്ഷെ എന്നെ കാണുമ്പോൾ മറ്റുള്ളവർ എന്നോട് തന്നെ പറയാറുണ്ട്, നിന്നെ കാണുമ്പോ അങ്ങനെ വിഷമോ സാഹചര്യങ്ങളോ അങ്ങനെ നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാം. പക്ഷെ അങ്ങനെ വിഷമമുണ്ട്. പക്ഷെ മാതാവിനോട് മാത്രം പറയാം, അത് നമ്മൾ അങ്ങനെ മതി. പക്ഷെ
അങ്ങനെ വേണം നമ്മളങ്ങനെ ജീവിക്കണം. നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തണം. മക്കൾക്ക് വേണ്ടി ജീവിക്കണം. മക്കള് ജിൻസി കരയുന്നത് എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കും? അവർക്കറിയാം സങ്കടം ഉണ്ടെന്ന് അറിയാം. എന്നാലും തെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ സങ്കടപ്പെട്ട് പറയുള്ളൂ. എങ്ങനെയാണ് നമ്മുടെ സാഹചര്യം എങ്ങനെയാന്ന് ഞാൻ അവരോട് ഇപ്പോഴും പറയതൊക്കെ. അത് സങ്കടപ്പെട്ട തല്ലും ഞാൻ അവരെ. തല്ലുന്ന് വെച്ച് കഴിഞ്ഞാൽ നുണ പറഞ്ഞാൽ മാത്രമേ തല്ലുള്ളൂ, സത്യം പറയണ വരെ തല്ലു. ആ ഒരു നേച്ചർ എനിക്കുണ്ട്. അങ്ങനെയൊക്കെ തല്ലുള്ളൂ. പിന്നെ ഒച്ചെടുക്കും. പിന്നെ സങ്കടപ്പെട്ടൊക്കെ അവരെ വലയിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ അല്ലാണ്ട് അങ്ങനെ അധികം സങ്കടപ്പെട്ടൊന്നും ഇരിക്കാറില്ല ഞാൻ. അപ്പൊ ഈ സ്കൂളിലെ ജോലി, പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നു പറഞ്ഞു, മക്കളുടെ കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു പോകുന്നു? അതൊക്കെ തമ്പുരാന്റെ കൃപ തന്നെയെന്ന് പറയുന്നത്. എന്നെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ടൈം ടേബിൾ ആക്കി തന്നേക്കാണ് തമ്പുരാൻ. ഒരു ദിവസം പോലും പള്ളി മുടങ്ങിയിട്ടില്ല? അങ്ങനെ മുടങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് പോവാത്ത ഞാൻ. എന്നാലും അവരെ പള്ളിയിലെ അച്ഛൻ, സിസ്റ്റേഴ്സ് അവരൊക്കെ ആയിട്ട് കൂട്ടാണ്. പള്ളിയുടെ എല്ലാ കാര്യത്തിലും ഇടപെടും. ഞാൻ യൂണിറ്റിലൊക്കെ ഞാൻ പ്രസിഡന്റ്, സെക്രട്ടറി ആയിട്ട് ഇപ്പോഴും ഭാരവാഹിയാണ്. പിന്നെ ഇപ്പൊ പോവാൻ പറ്റാത്തതുകൊണ്ട് സെക്രട്ടറി സ്ഥാനം അങ്ങോട്ട് ഒഴിഞ്ഞു. നമുക്ക് അങ്ങനെ പോവാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങോട്ട് ഒഴിഞ്ഞത്. അവര് വേറെ ചെറിയൊരു ഭാരവാഹിത്വം ഏറ്റെടുക്കാന്ന് പറഞ്ഞ അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാണ്ടൊന്നും ഇപ്പൊ പോവാൻ പറ്റില്ല. അതിപ്പോ ഈ 3 മക്കളെ നോക്കണം, ജോലി ഉണ്ട്, അതിന്റെ തിരക്കിന്റെ ഇടയില് നമ്മുടെ വരണ സമയം എന്ന് പറയുന്നത് ഇന്ന സമയമൊന്നും ഇല്ല നമുക്ക്. 6 മണി 7 മണി, യൂത്ത് ഫെസ്റ്റിലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ 8 മണി 9 മണി സമയമാണ്. പിന്നെ അവരാണുള്ളത്. പിന്നെ നമുക്കൊരു ജോലി തന്നതാണ്. ഒരു പൈസ പോലും നമുക്ക് ചെലവില്ലാണ്ട് നമുക്ക് ജോലി തന്നതാണ്. ആ ഒരു ആത്മാർത്ഥത ഞാൻ ഇന്ന് അവരോട് കാണിക്കുന്നുണ്ട്. പക്ഷെ ദേഷ്യപ്പെട്ട സിസ്റ്റേഴ്സ് ആണെങ്കിലും ആന്റി ഉണ്ട് അവിടെ. പക്ഷെ ഞാൻ അവരോട് ദേഷ്യപ്പെട്ടു. അവരെന്നോട് പറഞ്ഞാലും ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. ഞാൻ ആ ഒരു ലെവലിലേ കാണുള്ളൂ. മറ്റുള്ളവർ പറയും നീ അങ്ങനെയാണ് എന്ന് അവരുടെ ഒരു ഇതിലാണ്. പക്ഷെ ഞാൻ അങ്ങനെയാണ്. അവര് പറഞ്ഞത് തീർന്നു, അങ്ങനെ കാണാം, നല്ല രീതിയിൽ പോവുക. ജിൻസിക്ക് 3 ചെറിയ മക്കളാണ് അല്ലെ? ഇപ്പോഴും ചെറുപ്പാണ്. അപ്പൊ മറ്റുള്ളവര് ജിൻസിനെ കാണുന്ന രീതി, അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിയേ? അതല്ലെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു? അതൊക്കെ ദൈവത്തിനോട് പറഞ്ഞ് ആശ്വസിച്ചാണോ? എങ്ങനെയാണ് അതിന്റെ ഒരു സാഹചര്യങ്ങൾ? മറ്റുള്ളവർ പൊതുവെ പറയുകയാണെങ്കിൽ ഞാൻ മറ്റുള്ളവരെ കണ്ട് ജീവിക്കാറില്ല. ഞാൻ എൻ്റെ സ്വന്തം, എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ അതിലെ ഇത് ചെയ്യണം. മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, നമുക്ക് നമ്മുടെ രീതികളുണ്ട്, അങ്ങനെ ജീവിക്കണം നമ്മൾ. അത് ചെറുപ്പത്തിലെ നിങ്ങൾ വീട്ടിൽ 2 പെൺമക്കളായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടിയ ശക്തിയാണോ അത്? അതും കൂടുതലും പപ്പയിൽ നിന്ന് കിട്ടിയ ഞങ്ങളുടെ ശക്തിയാണ്. അതൊക്കെ പുള്ളിയുടെ ഒരു അനുഗ്രഹമാണ്. ബ്ലെസ് ചെയ്താൽ മതി. പുള്ളി ബ്ലെസ് ചെയ്തല്ല നടക്കുക. അങ്ങനെ ഒരു ഇത് പോലും ഉണ്ട് പുള്ളിക്ക്. പപ്പയ്ക്ക് അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. പിള്ളേരായാലും അത് അങ്ങനെ തന്നെയാണ്. ഒന്ന് ബ്ലെസ് ചെയ്ത് വിട്ടാൽ മതി പപ്പ. അപ്പൊ 3 മക്കളുടെയും സംരക്ഷകനായിട്ട് ഇപ്പോഴും ആള് ബ്ലെസ് ചെയ്ത് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്. മക്കളെയൊക്കെ ഇനി എന്താണ് അവരുടെ ഭാവി എന്തായിരിക്കും? എങ്ങനെ അങ്ങനെ നന്നായിട്ട് പഠിപ്പിക്കണം. അതിന്റെ ഒരു ഓട്ടത്തിലാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഇപ്പം എൻ്റെ ജോലി എന്ന് പറയുന്നത്, ജോലി ഇപ്പം അപ്പോയിൻമെൻറ്റ് പാസ്സായിട്ടില്ല. നമ്മുടെ അപ്പോയിൻമെൻറ്റ് പാസ്സായാലും നമുക്ക് സാലറി എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കൈ കിട്ടുള്ളൂ. അതുവരെ എൻ്റെ വീട്ടുകാരാണ് ചെലവ് നടത്തുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് പോണത്. കൈ കിട്ടിയാലാണ് നമ്മുടെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഒരു തീർവത വരുള്ളൂ. മക്കൾ എന്തൊക്കെയാവണം എന്നാണ് ആഗ്രഹം? അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടോ? ഒരമ്മ എന്നുള്ള നിലയിൽ എന്റെ മോള് ഇതായി കാണണം, അല്ലെങ്കിൽ എന്റെ മോൻ ഇതായി കാണണം. നേഴ്സാക്കാനാണ് ആഗ്രഹം. അവന് പോലീസ് ആവണം, മറ്റവന് അച്ഛനാവണം എന്നാണ് പറയണത്. അവരാഗ്രഹം എന്താണോ എനിക്ക് സഫലാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സഫലാക്കും. ഏറ്റവും താഴെയുള്ള ആൾക്ക് അച്ഛനാവണം. ഓക്കെ. അപ്പൊ അവര് പഠിച്ചോട്ടെ, അതിനു വേണ്ടി അവനെ കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറുമാണ്. താഴെയുള്ള മോനെ അച്ഛനാക്കാനുള്ള ഒരു പ്രേരണയൊക്കെ കൊടുക്കുന്നുണ്ട്. അവനുണ്ട്. വീട്ടില് കുർബാന ചെല്ലാനും ബൈബിള് വായിക്കാനും വചനം എഴുതാനും എല്ലാത്തിനും സപ്പോർട്ടാണ്. അവനെന്ത് ചെയ്താലും ഞാനൊന്നും പറയാറില്ല. പക്ഷെ കുറെ മാതാവിനെയൊക്കെ പൊട്ടിച്ചു, ഒരു 3-4 മാതാവിനെയൊക്കെ പൊട്ടിച്ചപ്പോ അപ്പം മേടിച്ചു കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് വാശിയാണ്. ഇപ്പൊ ഇത് പള്ളി പെരുന്നാൾ പോയാലും എവിടെ കണ്ടാലും എനിക്ക് ആ മാതാവിന് വേണമെന്ന് പറയും. പക്ഷെ ഞാൻ മേടിച്ചു കൊടുക്കാറില്ല. കുട്ടികളുടേതായ കളിപ്പാട്ടങ്ങളല്ല ചോദിക്കുക, മാതാവിനെയാണ് വേണ്ടത്. അങ്ങനെ മേടിച്ചു. പിന്നെ കളിപ്പാട്ടം എന്ന് പറയാനായിട്ട് പപ്പ അങ്ങനെ മേടിച്ചു കൊടുത്തിട്ടില്ല. ഞങ്ങൾ 2 പേരും മേടിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ കളിക്കാൻ ഇപ്പം മേടിച്ചു കൊടുത്തിട്ടുള്ളൂ, അല്ലാണ്ട് മേടിച്ചെടുത്തിട്ടൊന്നുമില്ല.
ജിൻസിക്ക് ഇനി എന്താണ് ആഗ്രഹം? മക്കളുടെ ഈ ഭാവി നല്ല നിലയിൽ എത്തിക്കണം, അത് മാത്രമാണോ? അതോ ജിൻസിക്ക് വേറെ എന്തെങ്കിലും, ഇപ്പൊ ഈ ജോലി ചിലപ്പോൾ സ്ഥിരമാവാം, ചിലപ്പോൾ സ്ഥിരമല്ലാതിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ ഈ ജോലി വിടണം എന്നോ അതല്ലെങ്കിൽ വേറെ നല്ല ജോലി കിട്ടണം എന്നോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഇത് ചിലപ്പോ തമ്പുരാന്റെ അനുഗ്രഹം എന്ന് പറയാം ഞാൻ. എനിക്ക് ഇങ്ങനെ ഒരു ജോലി തന്നെ എൻ്റെ ജീവിതകാലം മൊത്തം എനിക്കുള്ളൊരു കൂട്ടാണിത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് ഈ ജോലിയുടെ ഒരു പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് എനിക്ക് പറ്റില്ലെങ്കിൽ തമ്പുരാൻ എനിക്ക് വേറൊരു വഴി കാണിച്ചെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോണു ഇപ്പൊ. അപ്പൊ ജിൻസിനെ പോലെ ഇതുപോലെയുള്ള വിധവകൾ ഒരുപാടുണ്ട് നമുക്ക് ചുറ്റും അല്ലെ? അവരോട് ജിൻസിക്ക് എന്താ പറയാനുള്ളത്? കരഞ്ഞ് സങ്കടപ്പെട്ട് അങ്ങനെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടാതെ മുന്നോട്ട് പോവുക, നല്ലത് മാത്രം ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് ജീവിതം നയിക്കുക, അങ്ങനെയൊക്കെ പറയാം. പ്രാർത്ഥന, നമ്മളിലൊരു വിശ്വാസം നമുക്ക് വേണം. തന്നെ നമ്മൾ സ്നേഹിക്കുക, ദൈവത്തോട് നമ്മൾ കുറച്ചും കൂടി അടുക്കണം നമ്മൾ, എന്നാലാണ് നമുക്കത് കിട്ടണേ. പിന്നെ കുർബാനയ്ക്കൊക്കെ പ്രത്യേക ഒരു ഇതൊക്കെ കിട്ടും നമുക്ക്. അത് എല്ലാ ദിവസമൊക്കെ പോകുമ്പോൾ മനസ്സിലാവും നമുക്ക്. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഞാൻ പറയണേ. ജിൻസിയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇതുപോലുള്ള സ്ത്രീകൾ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട്. അവരുടെ അതിജീവനത്തിന്റെ അനുഭവവുമായി പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.